വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ്, സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാഹ് എനിക്കും ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തുടങ്ങിയ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. ചായയുടെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിതാ വെള്ളരി എടുക്കാനാണ് കേട്ടോ ഈ പോണത്. ഇതാണ് എൻ്റെ കുഞ്ഞു പച്ചക്കറി തോട്ടം കേട്ടോ. ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ കാണേണ്ടതാണ് നമ്മൾ അന്ന് കാണിച്ചില്ലേ, ഇത് കഴിപ്പേണോന്ന് വിചാരിച്ചിട്ട് പടർത്തിയിട്ടുള്ളത്. ഇതിപ്പോൾ ഇതാ ആ മരത്തിലൊക്കെ കയറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് പടർന്ന് ആകാശം വരെ എത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. ആകാശത്ത് നിന്ന് നല്ല കാർമേഘങ്ങളൊക്കെ ഉരുണ്ടുകൂടി നിൽക്കുന്നുണ്ട്. തേങ്ങൊക്കെ മുകളിൽ ഉണക്കാനിട്ടിട്ടുണ്ട്. മഴ പെയ്യോന്നൊന്നും അറിയൂല കേട്ടോ. അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് എന്തെങ്ങനെ മയക്കാറ് എന്ന്. അങ്ങനെ ഞാനിപ്പോൾ പോണത് വേറൊരു വെള്ളരിയും കൂടെ അയിമ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ഒരു കുഞ്ഞത്. ഇതും ഞാൻ വെള്ളരിയാണ്, വള്ളിന്നൊന്നും അറിയാതെ മണ്ണും ഒക്കെ കൂട്ടിക്കൊടുത്തുണ്ടാക്കിയതാണ്. വളം വേറെ ഒന്നുമില്ല, നമ്മളെ വെണ്ണൂറ് മാത്രമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ വെളുപ്പം ഇങ്ങനെയും. അപ്പോൾ ആ വള്ളിയൊക്കെ ആകെ നാശമായിട്ടുണ്ടായിരുന്നു. ഇവിടെ പന്നി വരും കേട്ടോ. അപ്പോൾ പന്നി ചവിട്ടിയൊക്കെ പൊട്ടിച്ച് ആകെ കൂടെ അതിൻ്റെ മുകളിലൊക്കെ കയറി ഇന്ന് ആകെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ കുഞ്ഞു വെള്ളരിയും കൂടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ വേറൊരു വെള്ളരി നമ്മളെടുത്ത് ആദ്യം തന്നെ ഉണ്ടല്ലോ അന്ന് കിട്ടിയത്, നമ്മളെ കമൻ്റ് ആയിട്ട് കിട്ടിയിരുന്നു കേട്ടോ. ഈ വെള്ളരിക്കൊരു തീരുമാനമാക്കുമോ, കുറേ ദിവസമായി അത് അങ്ങനെ ഇരിക്കണം അവിടെ. എല്ലാ വീഡിയോയിലും ഒരു ഷോക്ക് ഞാനിങ്ങനെ വെക്കലുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ പറയണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഏതായാലും അതിന് ഞാനിതാ തീരുമാനമാക്കിയിട്ടുണ്ട്. ആദ്യത്തെ വെള്ളരി അതാണ് കേട്ടോ. അപ്പൊ വെള്ളരി കറി വെക്കാണ്, പരിപ്പ് വെച്ചിട്ട് തക്കാളിയൊക്കെ ഇട്ടിട്ട് കേട്ടോ. പിന്നെ അതേപോലെ ഉണ്ണിപ്പിണ്ടി ഉണ്ട്. ഇത് വലിയ ആങ്ങളൻ്റെ വീട്ടിൽ നിന്ന് നാത്തും കൊടുത്തയച്ചതാണ് കേട്ടോ ഉണ്ണിപ്പിണ്ടി. അപ്പോൾ ഉണ്ണിപ്പിണ്ടി മമ്പയറും കൂടെ ഉപ്പേരിയാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ പരിപ്പ് കറി, പിന്നെ മത്തി പൊരിച്ചത്, അതൊക്കെയാണ് ഇന്നത്തെ ഉച്ചക്കത്തെ കറികളൊക്കെ തീരുമാനിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ മമ്പയർ ഇന്നലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതും ഉണ്ണിപ്പിണ്ടിയൊക്കെ ഇന്നലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറുതായി അരിഞ്ഞ് അതിൻ്റെ നാരൊക്കെ കളഞ്ഞതും പിന്നെ കുറച്ച് ചീനമുളകും പാകത്തിനുള്ള ഉപ്പും വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് ഉണ്ണിപ്പിണ്ടി അങ്ങ് വേവിക്കാനായിട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് പിന്നെ വെള്ളരിൻ്റെ പരിപാടി തുടങ്ങാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഇതിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ആക്കണമല്ലോ. അപ്പോൾ വെള്ളരി ഇതാ ചെത്തണ്. പിന്നെ കയ്പ്പ് ഉണ്ടാവുമോ, അത് ഇങ്ങനെ വാടി ഇങ്ങനെ ഇളയതൊക്കെ ആയിട്ട് വാടിയിട്ട് പൊത്തതല്ലേ, എന്താവും എന്തോന്നൊന്നും അറിയാത്തതുകൊണ്ട് വെള്ളരി നമ്മൾ സെപ്പറേറ്റ് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കൂട്ടോ ഫസ്റ്റ്. എന്നിട്ട് നമ്മൾ കറീൻ്റെ കൂട്ടത്തിൽ കൂട്ടുള്ളൂ. അപ്പോൾ തക്കാളിയൊക്കെ അത് ആദ്യം ചെത്തി മാറ്റി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി വെള്ളരിയാണ് ചെത്തി എടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഫസ്റ്റായിട്ട് വെള്ളം ഒഴിച്ച് ഉണ്ടാക്കിയൊരു സംഭവം കേട്ടോ. വെള്ളവും പിന്നെ ഇതിൻ്റെ വളം എന്ന് പറഞ്ഞാൽ വെണ്ണൂറും അതേപോലെ തന്നെ പുല്ലും ചപ്പും ചവറൊക്കെയാണ് ഇട്ട് കൊടുക്കൽ. അങ്ങനെ ഞാനിങ്ങനെ ഇട്ടുകൊടുത്ത് ഉണ്ടാക്കി വെച്ചതാണ് കേട്ടത്. ഫസ്റ്റ് ഇത് വെള്ളരിയാണ്, ഇതിൻ്റെ വള്ളി എന്നൊന്നും അറിയില്ല. എന്ത് വള്ളിയായാലും വണ്ടിയിൽ ഉണ്ടാവുമ്പോൾ കാണാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഉമ്മ അങ്ങനെ പറഞ്ഞു അത് വെള്ളരിയാണ് എന്നിട്ട് ഉണ്ടായി വന്നപ്പോൾ. അപ്പോൾ വെള്ളരിയൊക്കെ ഇത് അവിടെ മുറിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ മത്തിയാണ് കേട്ടോ. മത്തീൻ്റെ തലയൊന്നുമില്ല കേട്ടോ, അതിൻ്റെ അനിയത്തിയാണ് മുറിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തല ഒന്നും കാണാനില്ല. ഇക്ക് മത്തീൻ്റെ തല എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് തിന്നാൻ കേട്ടോ. മത്തിക്ക് അങ്ങനെ ഇഷ്ടമൊന്നുമല്ല തിന്നണത്. മത്തി ഞാൻ നന്നാക്കിയാൽ ഇക്ക് അന്നത് തിന്നാൻ തോന്നില്ല കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട്. വെള്ളരി ഇതാ അവിടെ വേറൊരു പാത്രത്തിൽ മുറിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ പപ്പടം പൊരിച്ചിട്ടുണ്ട്. ചോറ് ഇതാ അടുപ്പയിൽ കിടന്ന് നന്നായിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അടുക്ക് കാക്കകളൊക്കെ കൂട്ടം കൂടി കാക്കൂന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഉമ്മ പറഞ്ഞു എന്നോട് മോള് പോയിട്ട് വേഗം ഒന്ന് നോക്ക്, അവിടുന്ന് എന്തെങ്കിലും കൊത്തി കൊണ്ടുപോകുന്നുണ്ടാന്ന്. വലയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, നല്ല വെയിലല്ലേ. അപ്പോൾ കാക്ക വരൂല എന്നാണ് ഉമ്മാൻ്റെ ഒരു നിഗമനം. പിന്നെ ഞാൻ മുകളിൽ കയറിയിട്ട് ഇതാ വേറെ ഒരാളെ കാണിച്ചുതരാം. അടിയിൽ നമുക്കൊരു അണ്ണനുണ്ട് കിട്ടുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ പൈപ്പ് ലൈന് വരികയാണ് കേട്ടോ. വെള്ളം നമ്മളെ വീട്ടിലുള്ള പോലെയൊക്കെ തന്നെ ആ വെള്ളം വരാൻ വേണ്ടിയിട്ട് പൈപ്പൊക്കെ കീറി അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഓരോവിടെ ഇതാ പണിയെടുത്തുകൊണ്ട് നിൽക്കുകയാണ്. നമുക്ക് മുകളിൽ പോയിട്ട് തേങ്ങൊക്കെ നോക്കാം. അപ്പോൾ തേങ്ങൊക്കെ ഇതാ ഇവിടെ കാക്കകളൊന്നും കാണാനില്ല കേട്ടോ. അപ്പോൾ ഞാൻ മുകളിൽ കയറിയിട്ട് അടിയിക്കുള്ളതാണ് ഈ കാണിക്കുന്നത്. മൊത്തം ഇങ്ങനെ പുല്ലും കാടും ഒക്കെ പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. തെങ്ങിൻ്റെ തോട്ടാണ്, തെങ്ങും കവുങ്ങൊക്കെ ഉള്ളത്. പിന്നെ ഹൈസിൻ്റെയും റയ്യാനും സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര കളിയിലാണ് കേട്ടോ. ഹൈസിൻ്റെ കണ്ണിൽ റയ്യാൻ കഴിയിട്ട് എന്നൊക്കെയാണ് ആ പറയുന്നത്. അങ്ങനെയാണ്. എന്നാലും വണ്ടിയൊക്കെ ഓടിച്ചു കൊടുക്കുന്നുണ്ട്. ചോറൊക്കെ ഞാൻ പോയി താഴത്തൊക്കെ ഇറങ്ങി വന്നപ്പോൾ നേരത്തെ നിങ്ങൾ കണ്ടിരുന്നില്ല, തിളച്ച് വെന്ത് റെഡി ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഊറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ വെള്ളരിക്ക കറി വെക്കാം. അപ്പം അതിനായിട്ട് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കഞ്ഞിവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് പരിപ്പും ഉള്ളിയും അതേപോലെ തന്നെ നമ്മൾ നേരത്തെ മുറുക്കി വെച്ചിരുന്നില്ലേ തക്കാളി, അതേപോലെ വെള്ളരി വേവിച്ച് മാറ്റിയത് ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പൊടി ഐറ്റംസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതേപോലെ തന്നെ ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കുകയാണേ. അപ്പോൾ പെട്ടെന്ന് കുക്കിംഗ് കാര്യങ്ങളൊക്കെ അങ്ങ് തീർക്കാണ് കേട്ടോ. അപ്പോൾ ചോറ് എന്ത് ആ അടുപ്പത്ത് തന്നെ പിന്നെ പെട്ടെന്ന് കറിയാണ് വെച്ചത്. പിന്നെ ഉപ്പേരിക്ക് ഇനി വറവിടാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഓൾറെഡി നമ്മൾ വേവിക്കാൻ വെച്ചല്ലോ. പിന്നെ മീൻ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്, പപ്പടം പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്, ചോറും വെന്തിട്ടുണ്ട്, എല്ലാം കൊണ്ടും റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അനിയത്തിൻ്റെ നാത്തൂന് വന്നിട്ടുണ്ടായിരുന്നു. ഓള് വരുമ്പോൾ കുട്ടികൾക്ക് രണ്ടാൾക്കും കോൽമുട്ടായി കൊടുന്നു. ഓല്
ഭയങ്കര ഹാപ്പി കോൽമുട്ടായി ഒക്കെ തിന്നുന്നുണ്ട്. പിന്നെ കറി ഇതാ നന്നായിട്ട് വെന്തപ്പോൾ അതിലേക്ക് കടുക് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി ഉപ്പേരിയിലേക്കും കടുകൊന്ന് താളിച്ച് ഒഴിക്കണം കേട്ടോ. കറിവേപ്പിലില്ലാത്ത പരാതി ഇമ്മ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. കറിവേപ്പില തീർന്നതാണ്, ഒരു പ്രാവശ്യം കൊണ്ടുവരുമ്പോൾ പിന്നെ കുറേ ദിവസത്തിന് ഉണ്ടാവുമല്ലോ, അത് കുറച്ച് ഉണങ്ങിയിട്ടാണെങ്കിലും. അപ്പോൾ കറിവേപ്പിൻ്റെ പറയാം നമ്മൾ എവിടെ നട്ടാലും അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ, പെട്ടെന്നൊന്നും ഉണ്ടായി കിട്ടൂല. അപ്പോൾ പുതിയതൊന്നും വെച്ചിട്ടുണ്ട്, ഇനി എന്താവോ എന്തോന്ന് അറിയില്ല കേട്ടോ. പിന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ മുന്നിലാണ് വെച്ചിരുന്നത്. അപ്പോൾ മുന്നിൽ വെക്കാൻ പാടില്ല വീടിൻ്റെ എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് കുറച്ചിട്ട് ബാഗൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് പുറത്ത് പോകാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പേരിയും എല്ലാം റെഡി ആയതിനു ശേഷം ഞങ്ങൾ പെട്ടെന്ന് പിന്നെ ഡ്രസ്സ് ചെയ്തിട്ട് അങ്ങനെ ഇറങ്ങി. ഞാൻ വേഗം എന്താ ഒരു ഫർദർ എടുത്ത് അങ്ങ് കൊത്തിയിട്ടുണ്ട് കേട്ടോ, എളുപ്പപ്പണി ഇപ്പോൾ അതാണല്ലോ. അപ്പോൾ പോണ വഴിക്ക് നമുക്ക് വരെ അമ്മായിൻ്റെ വീട്ടിലും കയറാനുണ്ട് കേട്ടോ. അമ്മായിൻ്റെ വീട്ടിൽ വല്യമ്മ ഉണ്ട്, അപ്പോൾ വല്യമ്മനെ കാണാനായിട്ടാണ് കയറുന്നത്. അപ്പോൾ എല്ലാവരും വീടും എടുത്തിട്ട് തന്നെയാണ് കേട്ടോ, അവളെ തറവാട് വീടും അമ്മായിൻ്റെ വീടൊക്കെ. അപ്പോൾ ഒക്കെ പോണ വഴിയിൽ തന്നെ നമുക്ക് കാണാം. അപ്പോൾ വല്യമ്മനൊക്കെ അവിടുന്ന് കണ്ടു, സംസാരിച്ചു. പിന്നെ അവിടുന്ന് ഇറങ്ങിയിട്ടാം. ഇറങ്ങിയിട്ട് പിന്നെ ഓളെ നാത്തൂനുണ്ടായിരുന്നു. ഓരോ വീടെത്തിയപ്പോൾ നാത്തൂന് ഓരോ വീട്ടിലും തിരിഞ്ഞു. ഞങ്ങൾ പിന്നെയും നടന്ന് അടാറൈറ്റം വെയിലായിട്ടെന്ന് രാവിലെ തുടങ്ങിയതാണ്. പോവണം എന്ന് പറഞ്ഞിട്ട് വെയിലാവണതിന് മുന്നേ ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ടും ഒക്കെ കൂടെ തീർന്നപ്പോൾ വെയിൽ നല്ലോണം ആയപ്പോഴാണ് കേട്ടോ ഇറങ്ങിയത്. അങ്ങനെ പോണ വഴിക്ക് ഇതാ ജാതിക്കൊക്കെ ഇങ്ങനെ കുഞ്ഞായിട്ട് ഉണ്ടായി വരുന്നുണ്ട്, ഒന്നും റെഡി ആയിട്ടില്ല കേട്ടോ. അപ്പം അടുത്ത് ഉണ്ടായി ഒന്ന് വിളവെടുത്ത് കഴിഞ്ഞതാണ്. നമ്മൾ ആ കുളത്തിൻ്റെ അടുക്കൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ വിളവെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ കയറി ഇതാ കാടാമ്പുഴ പോലീസ് സ്റ്റേഷന്, മൃഗാശുപത്രി, അംഗനവാടിൻ്റെ അവിടെയൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ നടന്നിട്ട് എത്തുക. ഇവിടെ എത്തിയപ്പോൾ പിന്നെയും നടക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേങ്കിൽ നടക്കാനായിട്ട് ഒരു അടി പറ്റൂല. പിന്നെ കുട്ടിയും കൂടെ ഉണ്ടല്ലോ, എനിക്ക് വെയിലും ഉള്ളല്ലോ, ഇവർക്ക് വെയിലും ഉണ്ടായാലും അപ്പം ജലദോഷം പിടിക്കുന്ന ടീമാണ് നമ്മളൊക്കെ. അങ്ങനെ ഞങ്ങളിത് ഒരു ഓട്ടോ കിട്ടി, അതിൽ കയറി. അതിലൊരു കാക്ക ഉണ്ടായിരുന്നു, പിന്നെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ കയറിയിട്ട് ഒരാൾക്ക് 10 രൂപ, രണ്ടാൾക്കും കൂടെ 20 രൂപ കൊടുത്തിട്ട് കാടാമ്പുഴ എത്തിയിട്ടുണ്ട് കേട്ടോ. കാടാമ്പുഴ ഒന്ന് നല്ല തിക്കും തിരക്കാണ്. 2 മൈത്രിയിലും ഒരു ടൂർ സ്റ്റാറിലൊക്കെ ഒന്ന് കല്യാണമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ അങ്ങോട്ടാണ് പോയത്. അപ്പോൾ കുപ്പിവള വാങ്ങണമായിരുന്നു കേട്ടോ. അപ്പോൾ കുപ്പിവളൊക്കെ നോക്കി എൻ്റെ ഭാഗത്തിന് 2 സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 3 വാങ്ങാൻ പോയിട്ട് ഞാൻ 2 വാങ്ങിയിട്ടുള്ളൂ. 2 കൂടെ 80 രൂപ. ഒരു പച്ച കളറും പിന്നെ അതേപോലെ ഒരു ഓറഞ്ച് കളറും. അപ്പോൾ പിന്നെ അവിടുന്ന് കുപ്പിവള വാങ്ങി. പിന്നെ ഇതാ ഹൈസിൻ്റെ ആയിട്ടല്ല പോയിക്കണത്, ഓനക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടി വരുമല്ലോ അവിടെ എത്തിയാലും. അപ്പോൾ ഓനൊരു ഫാൻ പോലത്തെ ഒരു സംഭവം എൻ്റെ മുന്നേ ഞാൻ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ അത് വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞതല്ലടാ എൻ്റെ അടുത്ത് ഫസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു അത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ആക്കാറുണ്ട് കണ്ട് ഒരു സ്പൈഡർമാൻ എടുത്തു കൊടുത്തു കേട്ടോ. സ്പൈഡർമാൻ്റെ ഉള്ളിൽ ലൈറ്റും കത്തും, അത് കറങ്ങും ചെയ്യും. അയിമയുണ്ട് കേട്ടോ ഒരു ഫാന്. മറ്റേത് വാങ്ങുകയാണെങ്കിൽ 50 രൂപ പോയിരുന്നു, ഇതിന് ഒന്നിന് 100 കേട്ടോ. അപ്പോൾ പിന്നെ ഒരാൾക്കായിട്ട് വാങ്ങാൻ വെച്ചില്ല. അപ്പോൾ 2 വാങ്ങി. അപ്പോൾ 200 രൂപ സോഹാഹായിട്ടാണ്. മറ്റേതിൽ നിർത്തിയാൽ മതിയായിരുന്നു എനിക്ക്, ഒക്കെ എന്നെ പറഞ്ഞാൽ മതി, മറ്റേത് വേണ്ടാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഓനും ഹാപ്പി. പെരിയിൽ വന്നപ്പോൾ തന്നെ ഒരാൾ ഇതിൻ്റെ കാലൊക്കെ പറിച്ചെടുത്ത് അങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതിനെ. അപ്പോൾ ഞങ്ങളിത് ഓനെ വൈദ്യരെ ഒന്ന് കാണിക്കാനുണ്ടായിരുന്നു. ഓനൊന്നും കഴിക്കൂല കേട്ടോ ഭക്ഷണം. അപ്പോൾ ചായ മാത്രമേ പറ്റുള്ളൂ, വെറും കട്ടൻ ചായൻ്റെ ആളാണ് ഓന്. അപ്പോൾ ഞങ്ങളിത് വൈദ്യരെയൊക്കെ കാണിച്ച് ഒരു അരീഷ്ടം തന്നിട്ടുണ്ട് വിശപ്പ് കൂടാൻ വേണ്ടിയിട്ട്. ഇനി അതൊന്ന് കൊടുത്തു നോക്കാം നമുക്ക്. അങ്ങനെ ഞങ്ങളിത് അവിടുന്ന് ഒന്ന് വേഗം കാണിച്ചിട്ട് തിരിച്ച് വേഗം നടന്നിട്ട് വീട്ടിലേക്ക് പോന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയാണ്. ബൈ ഫ്രണ്ട്സ്.